മുല്ലപ്പെരിയാറിൽ നീരൊഴുക്ക് കൂടിയതോടെ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ വീണ്ടും തുറന്നു. അണക്കെട്ടിലെ ജലനിരപ്പ് 141.8 അടിയായി ഉയർന്നിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി പ്രശാന്ത് ചേർന്ന്. പ്രശാന്ത്, നിലവിൽ ആശങ്കയ്ക്കുള്ള വകയുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായതിനാൽ അണക്കെട്ടിൽ 141.8 അടിയായി ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 3 ഷട്ടറുകൾ ഇപ്പോൾ നിലവിൽ തുറന്നിട്ടുണ്ട്. 650 ഘനയടി വെള്ളമാണ് പെരിയാറിലൂടെ ഇതുവഴി ഒഴുക്കുന്നത്. പെരിയാറിന്റെ തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതിന്റെ ജലനിരപ്പ് 141 അടിയായി നിലനിർത്താനുള്ള ഒരു തീരുമാനം ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇടുക്കി, തേനി ജില്ലാ കളക്ടർമാർ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ചുള്ള ധാരണയായത്. ഇക്കാര്യങ്ങൾ തമിഴ്നാട് സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ വെള്ളം കേരളത്തിലേക്ക് തുറന്നുവിടും. ഒപ്പം പകൽ സമയങ്ങളിൽ ജലം സ്പിൽവേ വഴി ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുക്കിവിടാനാണ് തീരുമാനം. 140 അടിയായി നിലനിർത്താൻ നടപടി സ്വീകരിക്കുമെന്ന് വാക്കാൽ തമിഴ്നാട് ഉറപ്പ് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് മഴ ശക്തമായിട്ടുള്ള സാഹചര്യത്തിൽ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഈ ധാരണ ഉപകരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വിവരങ്ങൾ നൽകിയത് പ്രശാന്ത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സഭയിൽ ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധം. സർക്കാർ തുടരുന്ന നിസ്സംഗത സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ES ബിജിമോൾ MLA അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. കേന്ദ്ര സർക്കാരിനെ ഇടപെടുത്തി ഭരണപരവും നിയമപരവുമായ ആവുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അപകടകരമാം വിധം ഉയരുന്നതിലെ ആശങ്ക ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ES ബിജിമോളാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ജനങ്ങളുടെ ആശങ്ക, സുരക്ഷ എന്നീ കാര്യങ്ങളിൽ സർക്കാർ യാതൊന്നും ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ മാനുവൽ തമിഴ്നാട് പാലിച്ചില്ല. ഇത്തരത്തിൽ ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ടായിട്ടും സർക്കാർ അലംഭാവം കാട്ടുന്നുവെന്ന് ES ബിജിമോൾ കുറ്റപ്പെടുത്തി. കോടതി നിർദ്ദേശങ്ങൾ ബാധകമല്ല എന്ന നിലപാട് തമിഴ്നാട് സർക്കാർ സ്വീകരിക്കുകയാണെന്നും ബിജിമോൾ പറഞ്ഞു. അതേസമയം ജലനിരപ്പ് 142 അടിയായി നിലനിർത്താമെന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയുമെന്നത് പരിശോധിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി PJ ജോസഫ് മറുപടിയായി സഭയെ അറിയിച്ചു. ഓപ്പറേഷൻ ഷെഡ്യൂൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട ഒറിജിനൽ OP സുപ്രീം കോടതിയിൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ സംസാരിച്ചത്. തമിഴ്നാട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നു. ഇത് അത്യന്തം പ്രതിഷേധാർഹവും ദുഃഖകരവുമാണ്. കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രിയുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ ആശങ്ക പങ്കുവയ്ക്കും. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടലിനായി ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടി കഴിയുമ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കും. സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികളിൽ തമിഴ്നാട് നടത്തുന്ന ലംഘനം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഒപ്പം നീരൊഴുക്ക് വർദ്ധിക്കുമ്പോൾ തമിഴ്നാട് വൈഗ ഡാമിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവിൽ കുറവ് വരുത്തുന്നതടക്കം സൂപ്പർവൈസറി കമ്മിറ്റിയുടെ തീരുമാനം പാലിക്കാത്ത കാര്യങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തി ഭരണപരവും നിയമപരവുമായി ചെയ്യാവുന്നതെല്ലാം സർക്കാർ ചെയ്യുമെന്നും മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പു നൽകി. അതേസമയം കേരളത്തിന്റെ ശബ്ദമുയർത്താൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. മുല്ലപ്പെരിയാർ കേസിൽ തമിഴ്നാടിന് അനുകൂലമായ വിധിയുടെ ഉത്തരവാദികൾ മുഖ്യമന്ത്രിയും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയം കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. സുനിൽ അരിമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് കുറയുന്നതിനാൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര ജലവിഭവ സെക്രട്ടറി റിപ്പോർട്ട് നൽകി. കോടതി വിധി ഉള്ളതിനാൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. ആവശ്യമെങ്കിൽ ഇടപെടാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുല്ലപ്പെരിയാറിൽ കേരളത്തിന്റെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതെമ്പിമാരായ ജോയിസ് ജോർജ്, MP രാജേഷ്, PK ശ്രീമതി എന്നിവർ ഇന്നലെ കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രി ഉമാഭാരതിയെ കണ്ടിരുന്നു. വിഷയത്തിൽ ഇടപെട്ട ഉമാഭാരതി ജലവിഭവ വകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. ഈ റിപ്പോർട്ടിൽ മുല്ലപ്പെരിയാറിൽ ആശങ്കപ്പെടേണ്ട സ്ഥിതിവിശേഷമില്ലെന്നാണ് മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ജലനിരപ്പ് ഉയർന്നു. പക്ഷേ ഉടൻ തന്നെ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് താഴ്ത്തി. അതുകൊണ്ട് തന്നെ ഭീതിജനകമായ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നില്ല. കൂടാതെ വിഷയത്തിൽ കേന്ദ്രം ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്നും ജലവിഭവ വകുപ്പ് സെക്രട്ടറി മന്ത്രിക്ക് നൽകിയ 4 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നു. സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കഴിഞ്ഞ ദിവസം MPമാർ ചൂണ്ടിക്കാണിച്ച ആശങ്കകൾ പൂർണ്ണമായും തള്ളുന്നതാണ് റിപ്പോർട്ട്. അതേസമയം മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയം സ്പീക്കർ സുമിത്രാ മഹാജൻ തള്ളി. ഇടുക്കി MP ജോയ്സ് ജോർജും NK പ്രേമചന്ദ്രനുമാണ് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജനുവരി 15 മുതൽ ഫെബ്രുവരി 14 വരെ CPIM സംസ്ഥാന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ജാഥ നയിക്കും. അഴിമതിക്കും വർഗീയതയ്ക്കും എതിരെയാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് ജനുവരി 15 തുടക്കമാകും. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി 14 തിരുവനന്തപുരത്ത് അവസാനിക്കും. പിണറായി വിജയൻ ഉൾപ്പെടെ 7 പേർ സ്ഥിരാംഗങ്ങളാകും.
MV ഗോവിന്ദൻ, KJ തോമസ്, PK സൈനബ, MB രാജേഷ്, PK ബിജു, A സമ്പത്ത് എന്നിവരാണ് സ്ഥിരാംഗങ്ങൾ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ജാഥയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾ വിശദീകരിക്കും. അഴിമതിക്കും വർഗീയതയ്ക്കും എതിരായ നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയാണ് ജാഥാംഗങ്ങളെയും തീയതിയും തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദില്ലി സന്ദർശനത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളുമായി കേരള ഹൗസ്. സർദാർ നായരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ആരോപണം നേരിടുന്ന 2012 ഡിസംബർ 27-ന് മുഖ്യമന്ത്രിക്ക് ദില്ലിയിൽ ഔദ്യോഗിക പരിപാടികൾ ഉണ്ടായിരുന്നില്ല എന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അതേ ദിവസം കൂടെ താമസിച്ചിട്ടില്ല എന്ന് വിവരാവകാശ രേഖയിൽ പറയുമ്പോൾ പേഴ്സണൽ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് ലെഡ്ജറിൽ പറയുന്നു. രേഖകളുടെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. 2012 ഡിസംബർ 27-ന് സരിത നായർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ദില്ലിയിൽ വെച്ച് കണ്ടുവെന്ന് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മൊഴി നൽകിയിരുന്നു. ഇതേ ദിവസം തന്നെ വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ദേശീയ വികസന കൗൺസിൽ യോഗത്തിനിടെ സരിത നായർ ഉമ്മൻചാണ്ടിയെ കണ്ടുവെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അന്നേ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ദില്ലിയിലെ പരിപാടികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടിയുള്ള വിവരാവകാശ അപേക്ഷയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളാണ് കേരള ഹൗസ് അധികൃതർ നൽകിയത്. 2012 ഡിസംബർ 26-ന് രാത്രി 11:20-ന് ദില്ലിയിൽ വന്ന മുഖ്യമന്ത്രി 27-ന് വൈകുന്നേരം 5 മണിക്ക് തിരിച്ചുപോയെന്നാണ് വിവരാവകാശ രേഖ. എന്നാൽ ഈ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതായി കേരള ഹൗസിലെ ലൈസൺ ഓഫീസിൽ രേഖകളില്ലെന്നാണ് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും വിവരാവകാശ നിയമം വഴി ലഭിച്ച മറുപടി. മുഖ്യമന്ത്രിയുടെ കൂടെ സ്റ്റാഫ് അംഗങ്ങൾ ആരും മുറിയെടുത്ത് താമസിച്ചിട്ടില്ല എന്നും വിവരാവകാശ രേഖയിലുണ്ട്. എന്നാൽ കേരള ഹൗസിൽ നിന്നും ലഭിച്ച ലെഡ്ജറിന്റെ പകർപ്പിൽ മുഖ്യമന്ത്രി 204 നമ്പർ മുറിയിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി 203 നമ്പർ മുറിയിലും താമസിച്ചു എന്ന് വ്യക്തമാകുന്നു. ഉമ്മൻചാണ്ടിയുടെ ദില്ലിയിലെ സഹായിയും സോളാർ വിവാദത്തിൽ ഉൾപ്പെട്ടയാളുമായ തോമസ് കുരുവിളയാണ് 203 നമ്പർ മുറിയിൽ താമസിച്ചതെന്നും അഭ്യൂഹങ്ങളുണ്ട്. ദില്ലിയിലെ സരിത ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച വീണ്ടും വിവാദമായ സാഹചര്യത്തിൽ ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നതാണ് കേരള ഹൗസിൽ നിന്ന് ലഭിച്ച രേഖയിലെ വൈരുദ്ധ്യങ്ങൾ. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെയും AIYFന്റെയും നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. നിയമസഭയ്ക്ക് 100 മീറ്റർ അകലെ മാർച്ച് പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് നേരിയ സംഘർഷം ഉടലെടുത്തു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ 10 കോടി രൂപ നേരിട്ട് കൈക്കൂലി വാങ്ങിച്ചു എന്ന് DGP മാർ ചുമതലയേറ്റു. ലോക്നാഥ് ബെഹ്റയും ഋഷിരാജ് സിംഗും ചുമതലയേറ്റു. DGP ഋഷിരാജ് സിംഗ് ജയിൽ മേധാവിയായാണ് ചുമതലയേറ്റത്. ലോക്നാഥ് ബെഹ്റ ഫയർഫോഴ്സ് മേധാവിയായും ചുമതലയേറ്റു. നിയമനത്തിൽ പ്രതിഷേധിച്ച് ഇരുവരും അവധിയിലായിരുന്നു. പതിനാലുകാരിയായ പെൺകുട്ടിയെ പള്ളിമേടിൽ വെച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ വൈദികൻ അറസ്റ്റിൽ. തൃശൂർ അരിപ്പാലം പാതിശ്ശേരി വീട്ടിൽ എഡ്വിൻ ഫിഗറോസ് ആണ് അറസ്റ്റിലായത്. ഇയാൾ കഴിഞ്ഞ ഒരു മാസമായി ഒളിവിലായിരുന്നു. എറണാകുളം പുത്തൻവേലിക്കര കുരിശിങ്കൽ പള്ളി വികാരിയായിരുന്ന സമയത്താണ് എഡ്വിൻ ഫിഗറോസ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. സംഭവം വീട്ടിലറിഞ്ഞതിനെ തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് കേസെടുത്തതിനെ തുടർന്ന് പള്ളി വികാരി ഒളിവിൽ പോയി. ഇതിനിടെ ജാമ്യാപേക്ഷയുമായി കോടതിയിലുമെത്തി. പോലീസിൽ മൊഴി നൽകിയ ശേഷം എഡ്വിൻ ഫിഗറോ വീണ്ടും ഒളിവിലായി. ഇതിനിടെ ഇയാളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളി. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് നാടകീയമായാണ് ഇയാൾ ആലുവ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. DYSP P ഷംസീർ. പുത്തൻവേലിക്കരയിലുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പള്ളിയിലച്ചൻ എഡ്വിൻ ഫിഗറസ് ഇന്ന് ഇവിടെ എൻ്റെ ഓഫീസിൽ ഹാജരായതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വടക്കേക്കര CIക്ക് ബാക്കി നടപടികൾക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതുവരെ ഒളിവിലായിരുന്നു. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തു. അതൊക്കെ തള്ളി എത്ര നാളും ഒളിവിലായിരുന്നു. ഒളിവ് കാലത്തിനിടയിൽ ഇയാൾ 1 മാസക്കാലം ഗൾഫിലും താമസിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മൊഴി നൽകാനെത്തിയപ്പോൾ പോലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാതെ വിട്ടയച്ചതിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് സുപ്രീം കോടതിയിൽ വരെ ജാമ്യഹർജി നൽകാനുള്ള സാഹചര്യം പോലീസ് നൽകുകയായിരുന്നുവെന്നും വിമർശനമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. BJPയുടെ രാഷ്ട്രീയ പകപോക്കലാണ് നാഷണൽ ഹെറാൾഡ് കേസ് എന്നാരോപിച്ച് കോൺഗ്രസ് പാർലമെന്റ് സ്തംഭിപ്പിച്ചു. ഇരുസഭകളിലും കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ഇന്ദിരാഗാന്ധിയുടെ മരുമകളായ തനിക്ക് ആരെയും ഭയമില്ലെന്ന് സോണിയാഗാന്ധി. പലതവണ നിർത്തിവെച്ച രാജ്യസഭയും ലോക്സഭയും ഉച്ചയ്ക്ക് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞു.
നാഷണൽ ഹെറാൾഡ് കേസിലും സുബ്രഹ്മണ്യം സ്വാമിയെ മുന്നിൽ നിർത്തി BJP രാഷ്ട്രീയ വൈര്യം തീർക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് രാജ്യസഭയിലും ലോക്സഭയിലും കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചത്. ഇരുസഭകളും ചേർന്നയുടൻ കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. പലതവണ സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടും അംഗങ്ങൾ ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയില്ല. ചോദ്യോത്തരവേള പോലും തടസ്സപ്പെട്ടതോടെ ലോക്സഭയും രാജ്യസഭയും നിർത്തിവെച്ചു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ചെങ്കിലും ബഹളം ശക്തമായതിനാൽ പിന്നീട് 3 തവണ കൂടി ലോക്സഭയും രാജ്യസഭയും നിർത്തി. ഇതിനിടയിൽ പാർലമെന്റിൽ മാധ്യമങ്ങളെ കണ്ട സോണിയാഗാന്ധി താൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കി. ഉച്ചയ്ക്ക് ശേഷം സഭ ചേർന്നെങ്കിലും കോൺഗ്രസ് പ്രതിഷേധം അവസാനിപ്പിക്കാത്തതിനെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കോടതിക്ക് കീഴിലുള്ള വിഷയം പാർലമെന്റിലേക്ക് വലിച്ചിഴച്ച് കോൺഗ്രസ് അനാവശ്യ ബഹളമുണ്ടാക്കുകയാണെന്ന് രാജ്യസഭയിൽ അരുൺ ജെയ്റ്റ്ലി ആരോപിച്ചു. വർഗീയത വളർത്തി സ്വന്തം സ്ഥാനം നേടാൻ ശ്രമിക്കുന്നവർ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് എരുമേലി എന്ന ചെറുപട്ടണം. മതസൗഹാർദ്ദം വിളംബരം ചെയ്യുന്ന എരുമേലി കേരള ജനതയ്ക്ക് കാട്ടിത്തരുന്നത് വർഗീയതയില്ലാത്ത മലയാളക്കരയെയാണ്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി വർഗീയത ആളിക്കത്തിക്കുന്ന സമുദായ നേതാക്കൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് എരുമേലിയിലെ വാവരുപള്ളിയും അമ്പലവും. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ കേരളത്തിന്റെ സംസ്കാരം ഇവിടെ നിന്നും ഇവർക്ക് പഠിക്കാം. അയ്യപ്പന്റെയും വാവരുടെയും കഥ നാടിന് പറഞ്ഞു തരുന്ന സന്ദേശം ഒട്ടും ചെറുതല്ല. എരുമേലി എന്ന ചെറുപട്ടണം അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. ശബരിമലയിലേക്ക് ആദ്യമായി ഇരുമുടിക്കെട്ടുമായി എത്തുന്ന അയ്യപ്പന്മാരുടെ വിശിഷ്ട സ്ഥാനം കൂടിയാണ് എരുമേലി. വാവർനടയിൽ ദർശനത്തിന് ശേഷം പേട്ടതുള്ളി അയ്യപ്പ ക്ഷേത്രത്തിലേക്കുള്ള ചുവടുവെപ്പും കന്നി അയ്യപ്പന്മാർക്ക് ഒഴിച്ചുകൂടാത്ത കർമ്മം കൂടിയാണ്. എരുമേലി ഒരു മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. ലോകത്ത് തന്നെ, ഇന്ത്യക്ക് തന്നെ, ലോകത്ത് തന്നെ മാതൃകയാൻ കഴിയുന്ന തരത്തിലുള്ള മതസൗഹാർദ്ദം ഇവിടെ എത്തിച്ചേരുന്ന ഹൈന്ദവ വിശ്വാസികൾ എരുമേലി മുസ്ലിം പള്ളിയിൽ കയറി കാണിക്കയായിട്ട് പ്രദക്ഷിണം വെച്ച് ഇവിടുന്ന് ഭസ്മം ഏറ്റുവാങ്ങി പ്രസാദം വാങ്ങി പോവുക എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയായി വന്നിരിക്കുക. പൂർവികർ നാടിന് സമ്മാനിച്ച അനുഷ്ഠാനമാണ് എരുമേലിയിൽ നടക്കുന്നത്. മഹർഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ നടത്തിയ കർമ്മങ്ങൾ സമൂഹ നന്മയുമായി കോർത്തിണക്കിയാണ് ഇന്നും എരുമേലിയിൽ ചടങ്ങുകൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. റെക്കോർഡുകളുടെ എണ്ണത്തിലും റെക്കോർഡിട്ടാണ് 59ാമത് കായികമേള കൊടിയിറങ്ങിയത്. 23 റെക്കോർഡുകൾ തിരുത്തി എഴുതിയപ്പോൾ 13 പേർ നാഷണൽ റെക്കോർഡ് മറികടന്നു. മേളയ്ക്ക് ആവേശം പകർന്നു. റെക്കോർഡുകളുടെ എണ്ണത്തിലും ചരിത്രമെഴുതിയാണ് 59ാമത് സംസ്ഥാന സ്കൂൾ കായികമേള കൊടിയിറങ്ങുന്നത്. 23 റെക്കോർഡുകളാണ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ പിറന്നത്. പുറമെ റെക്കോർഡിനൊപ്പം എത്തുന്ന 2 പ്രകടനങ്ങൾ. 13 പേർ നാഷണൽ റെക്കോർഡ് മറികടന്ന പ്രകടനം കാഴ്ചവെച്ചു. 8 പേർ മീറ്റ് റെക്കോർഡ് മറികടന്നതും മേളയുടെ തിളക്കം കൂട്ടി. ട്രിപ്പിൾ സ്വർണത്തോടെ 3 റെക്കോർഡും സ്വന്തം പേരിലാക്കിയ കോഴിക്കോട് ഉഷ സ്കൂളിലെ ജിസ്ന മാത്യുവാണ് മേളയിലെ താരം. സബ് ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഹൈജമ്പിൽ പറളി ഹയർ സെക്കൻഡറി സ്കൂളിലെ വി ജ്യോതിഷ 25 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്തതിനും മേള സാക്ഷിയായി. കഴിഞ്ഞ മേളയിൽ 17 റെക്കോർഡുകളാണ് പിറന്നതെങ്കിൽ ഈ നേട്ടം കോഴിക്കോടിന്റെ സ്വന്തം അഭിമാനമായി കഴിഞ്ഞു. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്.